Good afternoon, all. Good afternoon. കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. കാണുന്നില്ല. കാണുന്നില്ല. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത് കേട്ടോ എല്ലാവരും? സ്ക്രീൻ കാണാൻ പാടില്ലല്ലോ. സ്ക്രീൻ കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? സ്ക്രീൻ കാണുന്നില്ല? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ മിസ് ഐഡന്റിഫൈങ് ബാർഗെയിനിങ് ഇഷ്യൂസ് ആണ് അല്ലെ മിസ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് 2 പോയിന്റ് പറഞ്ഞു അല്ലെ, വേജ് റിലേറ്റഡ് ഇഷ്യൂസും സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ് ഇഷ്യൂസും പറഞ്ഞു അല്ലെ. എന്താണ് ഒരു ഷാറില്ലല്ലോ ഒന്ന്? ക്ലാസ് കഴിയാറായിട്ട് അറിഞ്ഞോണോ? ആണോ? ഓക്കെ ഓക്കെ നല്ലോണം പഠിക്കാട്ടോ എല്ലാവരും. മിസ്സുമാർ ഇമ്പോർട്ടന്റ് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലെ. എല്ലാം നല്ലോണം പഠിച്ച് എക്സാം നല്ല രീതിയിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യാട്ടോ. നെക്സ്റ്റ് മിസ് എടുക്കട്ടെ, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആയോ സ്മിത? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ മാഡം? ഓക്കെ ഓക്കെ ഞാൻ മ്യൂട്ട് ചെയ്യാം. മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് അല്ലെ. നമ്മുടെ സ്ഥാപനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്താറുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയേഴ്സ്, എംപ്ലോയീസ് ആൻഡ് യൂണിയൻസ്, ഇൻക്ലൂഡിംഗ് യൂണിയൻ സെക്യൂരിറ്റി, ചെക്ക് ഓഫ് പ്രൊസീജിയേഴ്സ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം എക്സെട്ര. എന്താണ് നമ്മുടെ ആ ഒരു തൊഴിലുടമ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസില് തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും യൂണിയനുകളുടെയും അവകാശങ്ങളും കടമകളും ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസില് അവരുടെ റൈറ്റ്സ് അല്ലെ, അവരുടെ ഡ്യൂട്ടീസ് എല്ലാം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ എന്തുകൂടി? യൂണിയൻ സെക്യൂരിറ്റി അല്ലെ, യൂണിയന്റെ സുരക്ഷ. നെക്സ്റ്റ് ചെക്ക് ഓഫ് പ്രൊസീജിയർ. ചെക്ക് ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ ഒരു എംപ്ലോയീസ്, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഫോർമൽ ആയിട്ട് അവർ ആ ഒരു ജോലി ഉപേക്ഷിക്കുന്നതിനെയാണ് ചെക്ക് ഓഫ് എന്ന് പറയുന്നത്. ആ ഒരു ചെക്ക് ഓഫുമായി ബന്ധപ്പെട്ട് എന്താണ്, അവർക്ക് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസറ്റുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കണം അല്ലെ. ഇപ്പൊ എന്താണ്, ചിലപ്പോ കാറ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വീട് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെ, ഹൗസിങ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കുക. നെക്സ്റ്റ് എന്താണ്, അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഫൈനൽ സെറ്റിൽമെന്റ് ഒക്കെ കൊടുക്കുന്നില്ലേ? ഫൈനൽ സെറ്റിൽമെന്റ്. പിന്നെ എന്താണ്, ആ ഒരു ചെക്ക് ഓഫിന്റെ സമയത്ത്, അതായത് ആ തൊഴിലാളി അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ. എന്താണ്, ആ ഒരു അത്രയും വർഷം അല്ലെ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തത് കൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് എന്താണ് അല്ലെ, ആ ഒരു കമ്പനിയിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് വല്ലതുണ്ടോ, അങ്ങനെയുള്ള ഫീഡ്ബാക്കുകളൊക്കെ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ് അല്ലെ, നമ്മുടെ ആ ഒരു തൊഴിൽ സാഹചര്യം, തൊഴിൽ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ഗുണനിലവാരം അല്ലെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണ്? സേഫ് ആൻഡ് ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം അല്ലെ, എൻവയോൺമെന്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത് അല്ലെ. കൂടാതെ എന്താണ് നമ്മുടെ ആ ഒരു ഫെയർ കോമ്പൻസേഷൻ അല്ലെ, നമുക്ക് ലഭിക്കുന്ന കോമ്പൻസേഷനുകള്, പിന്നെന്താണ് ഒരു തൊഴിലാളികളുടെ വളർച്ചയ്ക്കും ഗ്രോത്തിനും പേഴ്സണൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിലും അങ്ങനെയുള്ള കോളക്റ്റീവ് ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാമുകളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിൽ ഉൾപ്പെടുന്നു. ഓക്കെയാണോ? ചെക്ക് ഓഫ് പ്രൊസീജിയേഴ്സ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം, അതില് എന്താണ് ഒരു പേഴ്സന്റെ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനുള്ള എന്താണ് ഓപ്പർച്യൂണിറ്റീസ് നൽകുക, അവര് സേഫ്റ്റി, ഫിസിക്കൽ ആൻഡ് സേഫ്റ്റി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എംപ്ലോയീസിന്റെയും എംപ്ലോയേഴ്സിന്റെയും യൂണിയൻസിന്റെയും അവകാശങ്ങളും അവരുടെ ഡ്യൂട്ടീസും അല്ലെ കടമകൾ ഉൾപ്പെടുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് യൂണിയൻ സെക്യൂരിറ്റി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിലാണ് ഉൾപ്പെടുന്നത്. എക്സെട്ര ആണ് കേട്ടോ ഇന്ത്യയുടെ. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസേൺ ഓഫ് എംപ്ലോയീസ് സച്ച് ആസ് സീനിയോറിറ്റി, employee discipline and discharge procedure, employee health and safety, advancement in technology, work-related rules, job security and training, attendance, leave, etc. അല്ലെ എന്താണ് നമ്മുടെ സീനിയോറിറ്റി, നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ നമുക്ക് അവിടെ സീനിയോറിറ്റി ലഭിക്കുന്നുണ്ടോ? ആ ഒരു എത്ര നാള് വർക്ക് ചെയ്തു അല്ലെ, ഇപ്പൊ 10 വർഷം വർക്ക് ചെയ്തവർക്ക് എങ്ങനെയായിരിക്കും? സീനിയോറിറ്റി കൂടുതലായിരിക്കും അല്ലെ. 5 വർഷം വർക്ക് ചെയ്തവരിൽ സീനിയോറിറ്റി കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സീനിയോറിറ്റി, പിന്നെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ അല്ലെ, അച്ചടക്കം, പിന്നെ എന്താണ് ഡിസ്ചാർജ് പ്രൊസീജിയർ, അവിടെ നിന്ന് പിരിച്ചുവിടാം. ആ ഒരു കമ്പനിയിൽ നിന്ന് എംപ്ലോയേഴ്സ് പിരിച്ചുവിടാം. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നമ്മുടെ തൊഴിലാളികളുടെയും ആരോഗ്യം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്. അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി അല്ലെ, സാങ്കേതിക വിദ്യയിലുള്ള ടെക്നോളജീസിലുള്ള പുരോഗമനങ്ങൾ അല്ലെ, പുരോഗതി. നെക്സ്റ്റ് വർക്ക് റൂൾസുകൾ, വർക്ക് റിലേറ്റഡ് റൂൾസുകൾ എന്താണ്? നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള നിയമങ്ങള്, ജോബ് സെക്യൂരിറ്റി അല്ലെ, നമ്മുടെ ജോലിയുടെ സുരക്ഷിതത്വം, അവർക്ക് നൽകേണ്ട ട്രെയിനിങ്ങുകള്, അറ്റൻഡൻസ്, ലീവ്സുകള് എക്സെട്ര. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകള് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസിൽ ഉൾപ്പെടുന്നു. ഓക്കെയാണോ? എംപ്ലോയീസിന്റെ സീനിയോറിറ്റി, എംപ്ലോയീസിന്റെ അല്ലെ തൊഴിലാളികളുടെ അച്ചടക്കം, അവിടെ നിന്ന് പിരിച്ചുവിടുന്ന പ്രൊസീജിയേഴ്സ്, എംപ്ലോയീസിന്റെ ആരോഗ്യവും സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ടെക്നോളജി അല്ലെ സാങ്കേതിക വിദ്യയിലുള്ള പുരോഗതികള്, വർക്ക് റിലേറ്റഡ് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള നിയമങ്ങള്, ജോലിയുടെ സുരക്ഷിതത്വം, അവർക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ട്രെയിനിങ്ങുകള്, അവരെ ആ ഒരു അറ്റൻഡൻസ്, ലീവ്സുകള് എല്ലാം ഈ ഒരു കുറിച്ചുള്ള ആശങ്കകള് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസിൽ ഉൾപ്പെടുന്നു. The wage and benefit concern of employees are most important during collective bargaining. നമ്മുടെ കളക്റ്റീവ് ബാർഗനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് എന്താണ്? കാര്യം നമ്മുടെ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ എംപ്ലോയീസിന് അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട് അല്ലെ, അവരുടെ വേതനവുമായി ബന്ധപ്പെട്ടും അവരുടെ ബെനിഫിറ്റ്സുകളുമായി ബന്ധപ്പെട്ടും അവർക്കുള്ള ആശങ്കകളാണ് അല്ലെ ഏറ്റവും പ്രധാനം കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആണോ? അതിനു വേണ്ടിയല്ലേ അവർ ബാർഗെയിനിങ് നടത്തുന്നത്, കൂടുതലും കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്നത്, വേജസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെ, ബെനിഫിറ്റ്സുകൾ ലഭിക്കാനായിട്ട് ആണോ? അപ്പൊ നമ്മുടെ കളക്റ്റീവ് ബാർഗനിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന് അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട് അവരുടെ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്കുള്ള ആശങ്കകളാണ്. However, the other issue of institutional rights and administration cannot be ignored by the negotiators. അല്ലെ, പക്ഷെ എന്താണ് എന്നിരുന്നാലും നമ്മുടെ നെഗോഷിയേറ്റേഴ്സ് അല്ലെ, നമ്മൾ ചർച്ച നടത്തുന്ന ആൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മോളി പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ്
ഒഴിവാക്കാൻ പറ്റുമോ? അവഗണിക്കാൻ സാധിക്കോ? ഇല്ല അല്ലെ? ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട്, ജോബ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്, അഡ്വാൻസ്മെന്റ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട്, എംപ്ലോയീസിനുള്ള കാര്യങ്ങള് നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അതിനും കൂടി നമ്മൾ എന്ത് നടത്തണം? കളക്റ്റീവ് ബാർഗൈനിങ് നടത്തണം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് എടുക്കാലോ? നെക്സ്റ്റ് നെഗോഷിയേറ്റിംഗ് അല്ലെ? എന്താണ്? ചർച്ച നടത്തുക അല്ലെ? Negotiation phase starts when both sides put forward their initial demands. എന്താണ് നമ്മുടെ ആ ഒരു നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവരുടെ ഇനീഷ്യൽ ഡിമാൻഡുകൾ അല്ലെ, പ്രാരംഭ ആവശ്യങ്ങള് മുന്നോട്ട് വെക്കുമ്പോഴാണ് അല്ലെ ആ ഒരു നെഗോഷിയേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചർച്ചാഘട്ടം തുടങ്ങുന്നത്. ആണോ? ഇപ്പൊ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവർ ആ ഒരു ആവശ്യം മുന്നോട്ട് വെക്കണം അല്ലെ? ആണോ? അല്ലെങ്കിൽ അവരുടെ വേതനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവർ ആ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോഴാണ് അല്ലെ ആ ഒരു നെഗോഷിയേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The final agreement is not reached immediately as negotiation may spread across several days. നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഫൈനൽ അഗ്രിമെന്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കോ? ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കോ? ഇല്ല അല്ലെ? എന്താണ് ആ ഒരു നെഗോസിയേഷൻ ചർച്ചകള് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതിന്, സെവറൽ ഡേയ്സ് അല്ലെ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതിനാല് അന്തിമ കരാറില്, ഫൈനൽ അഗ്രിമെന്റില് നമ്മ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നില്ല. These days are marked by intense discussion, competition between opposing groups using intelligence viewpoints, witty wordplays, and threatening each other through strikes and lockouts. അല്ലേ? അപ്പൊ ഈ ചർച്ചകള് നമ്മ പറഞ്ഞു കുറെ ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ അന്തിമ കരാറിലെത്താൻ. അപ്പൊ ഈ ചർച്ചാ ദിവസങ്ങളില് അവരെന്താണ് തീവ്രമായിട്ടുള്ള അല്ലെ ഇന്റൻസ് ഡിസ്കഷൻ, ആ ഒരു കരാറിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ട തീവ്രമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. പിന്നെ എന്താണ് അവരുടെ ഇന്റലിജന്റ്, രണ്ട് ഒപ്പോസ് നിൽക്കുന്ന അല്ലെ എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും റെപ്രസെന്റേറ്റീവ്സ്, ട്രേഡ് യൂണിയൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും അല്ലെ റെപ്രസെന്റേറ്റീവ്സ്. അപ്പൊ രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് ബുദ്ധിപരമായ വീക്ഷണകോണുകള് തമ്മിലുള്ള ഒരു മത്സരം നടത്തുന്നുണ്ട് അല്ലെ, കോമ്പറ്റീഷൻ. എതിർ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. പിന്നെ എന്താണ് വിറ്റി വേർഡ് പ്ലേസിൽ എന്താണ് തമാശയുള്ള വാക്കുകൾ അല്ലെ, കുറച്ചും കൂടി ഇങ്ങനെ രണ്ടുപേരും നമ്മുടെ ഒരു കോമ്പറ്റീഷൻ വരാണ്, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോ ആ ഒരു രംഗം തണുപ്പിക്കണം അല്ലെ ചില സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ കയ്യാങ്കളിയില്, അല്ലെങ്കിൽ എന്താണ് രണ്ടു കൂട്ടരും തമ്മില് അടിപിടിയിലൊക്കെ അവസാനിക്കാം അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി എന്തുണ്ട് തമാശയുള്ള വാക്കുകൾ പറയുന്നുണ്ട് അല്ലെ. ആണോ? അല്ലെ? അല്ലെങ്കിൽ എന്ത് പറ്റും, ഇരു കൂട്ടരും തമ്മില് അടിപിടി നടക്കും അല്ലെ. അപ്പൊ രംഗം തണുപ്പിക്കാനായിട്ട് തമാശയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എന്താണ് നമ്മുടെ പണിമുടക്കുകളിലൂടെയും സ്ട്രൈക്കുകളിലൂടെയും ലോക്കൌട്ടുകളിലൂടെയും പരസ്പരം ഭീഷണിപ്പെടുത്തുന്നുണ്ട് അല്ലെ. എന്നിവയാൽ ഈ ഒരു ചർച്ചാഘട്ടം, ഈ ഒരു നെഗോഷിയേഷന്റെ ആ ഒരു ദിവസങ്ങള് മുന്നോട്ട് പോകുന്നു. ഓക്കെ ആണോ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കലൊക്കെ ഉണ്ടാവും അല്ലെ ചില സിറ്റുവേഷനില് പരസ്പരം. എന്താണെങ്കിലും നമുക്ക് പറയാം കേട്ടോ. വിറ്റി വേർഡ് പ്ലേസില് ചിലപ്പോ ആ ഒരു രംഗം തണുപ്പിക്കാനായിരിക്കും, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അതുകൊണ്ടാണ് കുറ്റപ്പെടുത്തലും കളിയാക്കലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് തീവ്രമായ ചർച്ചകള്, എന്താണ് ബുദ്ധിപരമായ വീക്ഷണ പോയിന്റിലൂടെ രണ്ടു കൂട്ടരും തമ്മിലുള്ള മത്സരങ്ങള്, വിറ്റി വേർഡ് പ്ലേസ്, പിന്നെന്താണ് സ്ട്രൈക്കുകൾ നടത്തി അല്ലെങ്കിൽ ലോക്കൌട്ട്സുകൾ നടത്തി പരസ്പരം ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു നെഗോസിയേഷൻ
ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. The final agreement is signed by the management representatives and the union, which is a major respite for all. അല്ലെ എന്താണ് അങ്ങനെ ലാസ്റ്റ് അങ്ങനെ മുന്നോട്ട് പോയി ലാസ്റ്റ് അവർ എന്താണ് ഒരു അഗ്രിമെന്റിലേക്ക് എത്തിച്ചേർന്നിട്ട് നമ്മുടെ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സും നമ്മുടെ യൂണിയനും ആ ഒരു ഫൈനൽ അഗ്രിമെന്റിൽ സൈൻ ചെയ്തു അല്ലെ. സൈൻ വെക്കുന്നു. ഇത് എല്ലാവർക്കും മേജർ റെസ്പെക്ട് ഫോർ ഓൾ, എല്ലാവർക്കും പ്രധാന ആശ്വാസമാണ് അല്ലെ. അല്ലെങ്കിൽ എന്ത് പറ്റും, ഫൈനൽ അഗ്രിമെന്റിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ചർച്ച വീണ്ടും വീണ്ടും നീണ്ടുപോകും അല്ലെ. അപ്പൊ ഇതെന്താണ്, എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. The more skilled the negotiators, the better chance of success they have in winning the negotiations. അല്ലെ, ആരുടെ ഭാഗത്താണോ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു കഴിവുള്ള ഒരു നെഗോഷിയേറ്റർ, ചർച്ച നടത്തുന്ന ആളുകളുള്ളത്, അവിടെ എന്തായിരിക്കും, വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും അല്ലെ. ആണോ? ഇപ്പൊ ട്രേഡ് യൂണിയന്റെ ഭാഗത്ത് നല്ലൊരു നെഗോഷിയേറ്റർ ആണ്, ചർച്ച നടത്താൻ നല്ല ഇന്റലിജൻസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, എന്താണ് കഴിവുള്ള ഒരാളാണെങ്കിൽ അവർക്കായിരിക്കും അല്ലെ വിജയ സാധ്യത കൂടുതൽ. ആണോ? 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 മാനേജ്മെന്റിന്റെ ഭാഗത്താണെങ്കിൽ നെഗോഷിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചർച്ച നടത്തുന്ന ആള്. അപ്പൊ രണ്ട് കൂട്ടരും രണ്ട് സൈഡിൽ നിന്നുണ്ടാവും നെഗോഷിയേറ്റേഴ്സ് അല്ലെ. യൂണിയന്റെ ഭാഗത്തുനിന്നുണ്ടാവും, മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടാവും. അപ്പൊ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ചർച്ച നടത്തുന്ന ആള് നല്ല സ്കിൽഡ് ആണ്, നല്ല കഴിവുള്ള ആളാണ്, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, കുറച്ച് ഇന്റലിജന്റ് ആയ ആളാണെങ്കിൽ ഏത് ഭാഗത്തായിരിക്കും വിജയിക്കാൻ കൂടുതൽ വിജയ സാധ്യതയുള്ളത്? യൂണിയന്റെ ഭാഗത്താണോ? ആണോ? എന്തു പറ്റി ഇന്നൊരു ഉഷാറില്ലായിരിക്കും? ആണ് അല്ലെ. ആ ഏത് ഭാഗത്താണോ സ്കിൽഡ് ആയിട്ടുള്ള കഴിവുള്ള നെഗോഷിയേറ്റർ ഉള്ളത് അവിടെ വിജയിക്കാനുള്ള വിജയ സാധ്യതയും കൂടുതലായിരിക്കും. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് റീച്ചിങ് ആൻഡ് റൈറ്റിഫൈങ് ദ അഗ്രിമെന്റ് അല്ലെ. എന്താണ്, അവര് അഗ്രിമെന്റിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ റീച്ച് ചെയ്യുകയും അത് റൈറ്റിഫൈ ചെയ്യുക അല്ലെ. എന്താണ് അതിനെ കുറിച്ച്, ആ ഒരു അഗ്രിമെന്റിനെ കുറിച്ച് റേറ്റ് ചെയ്യാണ് രണ്ട് കൂട്ടരും, മാനേജ്മെന്റും ട്രേഡ് യൂണിയൻസും. അഗ്രിമെന്റ് which has been made is still an informal one and it's need to be discussed by other members അല്ലെ. ഉണ്ടാക്കിയ കരാർ, അവരിൽ എത്തിച്ചേർന്നിട്ടുള്ള ആ ഒരു കരാർ എന്താണ്, ഇപ്പോഴും ഔപചാരികമാണ് അല്ലെ. അവരത് നടപ്പിലാക്കിയിട്ടില്ല, ഔപചാരികമാണ്, ഇൻഫോർമൽ ആണ്. മറ്റ് അംഗങ്ങൾ ഇത് ചർച്ച ചെയ്യേണ്ടത് അതിന്റെ ആ കരാർ എന്താണ്, മറ്റ് അംഗങ്ങൾ അല്ലെ, അതർ മെമ്പേഴ്സ്. ഇപ്പൊ എന്താണ്, രണ്ട് കൂട്ടരിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ് അല്ലെ നെഗോഷിയേഷൻ നടത്തുന്നത്. അപ്പൊ ഇവർ എത്തിച്ചേർന്ന ഈ ഒരു കരാറിനെ കുറിച്ച് നമ്മുടെ അതർ മെമ്പേഴ്സിനോട് പറയണോ? മാനേജ്മെന്റിലുള്ളതാണെങ്കിലും ട്രേഡ് യൂണിയൻസിന്റെ ഉള്ളിലുള്ള മറ്റ് അംഗങ്ങളോട് പറയണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു കരാറിനെ കുറിച്ച് മറ്റു മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട, ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ്. ഓക്കെയാണോ? അപ്പൊ hence the two sides generally return to their respective people to determine the acceptability of the agreement അല്ലെ. അപ്പൊ എന്താണ്, അതിനാല് ഈ കരാറിന്റെ അവർ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു കരാറിന്റെ സ്വീകാര്യത നിർണയിക്കാൻ ഇരുപക്ഷവും സാധാരണയായി അവരവരുടെ ആളുകളിലേക്ക് മടങ്ങുന്നു അല്ലെ. മറ്റ് നമ്മുടെ സെക്ഷനിലുള്ള മറ്റാളുകളോട്, ഇപ്പൊ മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റിലെ മറ്റാളുകളോട് പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് ആണെങ്കിൽ ട്രേഡ് യൂണിയൻസിലെ മറ്റു അംഗങ്ങളോട് പറയുന്നതിന് വേണ്ടി അവരവരുടെ ആളുകളിലേക്ക് മടങ്ങുന്നു. ആൻഡ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഈസ് റെക്ടിഫിക്കേഷൻ അല്ലെ. അപ്പൊ ഈ ഘട്ടത്തിലെ ഒരു പ്രധാന ഘട്ടം തിരുത്തലാണ് അല്ലെ. ചിലപ്പോ എന്താണ്, നമ്മൾ എത്തിച്ചേർന്ന ആ ഒരു റെപ്രസെന്റേറ്റീവ് എത്തിച്ചേർന്നിട്ടുള്ള ആ ഒരു കരാർ എന്താണ്, മറ്റു അംഗങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, അതിൽ തിരുത്തലുകൾ നടത്തും അല്ലെ. റെക്ടിഫിക്കേഷൻ, തിരുത്തലുകൾ നടത്തോ?
അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഇതിലെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തിരുത്തലുകൾ അല്ലെ, റെക്ടിഫിക്കേഷൻ ആണ്. ഇൻ ദിസ് സ്റ്റേജ് ദ യൂണിയൻ മെമ്പേഴ്സ് ആർ ആസ്ക്ഡ് ടു വോട്ട് ഓൺ ദി അഗ്രിമെന്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ബീയിങ് എക്സ്പ്ലെയിൻഡ് ബൈ ദ യൂണിയൻ നെഗോഷിയേറ്റിംഗ് ടീം. എന്താണ്? അപ്പൊ നമ്മുടെ ആ ഒരു യൂണിയൻ നെഗോഷിയേറ്റഡ് ടീം ആ ഒരു കരാറിനെ കുറിച്ച് വിശദമാക്കിയതിന് ശേഷം അല്ലെ, ആ ഒരു യൂണിയൻസിന്റെ മെമ്പേഴ്സിനോട് വിശദമാക്കിയതിന് ശേഷം ആ ഒരു കരാറുമായിട്ട് അവര് എന്താണ് യോജിക്കുന്നുണ്ടോ അല്ലെ, അതല്ലെങ്കിൽ യോജിക്കുന്നില്ലേ എന്ന് അവരോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എ ഫേവറബിൾ വോട്ട് ട്രാൻസ്ലേറ്റ് എൻ എഗ്രിമെന്റ് ഇൻടു കോൺട്രാക്ട് അല്ലെ. അതിന് ഫേവർ ആയിട്ടാണ് വോട്ട് വരുന്നതെങ്കിൽ ഒരു 30 പേര് അല്ലെങ്കിൽ ഒരു 20 പേര് വോട്ട് ചെയ്തിട്ട് അതിൽ 20 പേരും അല്ലെ 20 പേര് വോട്ട് ചെയ്തിട്ട് അത് അതിൽ 15 പേരും അതിനനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തതെങ്കിൽ എന്താണ്? ആ ഒരു കരാർ ആ ഒരു എഗ്രിമെന്റ് എന്താണ്? കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചേരാണ് അല്ലെ. അല്ലെ അപ്പൊ എന്താണ്? എ ഫേവറബിൾ വോട്ട്, അതിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടാണെങ്കിൽ ആ ഒരു എഗ്രിമെന്റിനെ കരാറിലേക്ക് കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചേർക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അൺലെസ് ദ കോൺട്രാക്ട് unless the contract has clarity and accuracy, it can lead to grievance or other problems. അല്ലെ, ആ ഒരു കരാറില് എന്താണ്? കൃത്യതയും അല്ലെ ആ ക്ലാരിറ്റിയും ഇല്ലെങ്കിൽ അത് എന്തിലേക്ക് നയിക്കുന്നു? പ്രോബ്ലംസിലേക്കും അല്ലെ, എന്താണ്? പ്രോബ്ലംസിലേക്കും ഗ്രീവൻസ് അല്ലെ, പരാതികളിലേക്കും നയിക്കുന്നു അല്ലെ, പരാതികളിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. ആ ഒരു കരാറില് ക്ലാരിറ്റി ഇല്ല അല്ലെ, വ്യക്തതയും ആക്യുറസി കൃത്യതയും ഇല്ലെങ്കിൽ ആ ഒരു കരാർ എന്തിലേക്ക്? പരാതികൾക്കും പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ കരാറിൽ എത്തിച്ചേർന്നു, അത് റെക്ടിഫൈയും ചെയ്തു അല്ലെ, തിരുത്തലൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ഒക്കെ ചെയ്തു. നെക്സ്റ്റ് എന്താണ്? കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുക അല്ലെ, കോൺട്രാക്ട് നടപ്പിലാക്കുക. With the signing of the agreement, the collective bargaining process does not end. Rather, it truly begins. അല്ലെ, എന്താണ്? നമ്മൾ ആ ഒരു കരാറിൽ ഒപ്പിടുന്നതിലൂടെ ആ ഒരു കൂട്ടായ വിലപേശൽ അവസാനിക്കുന്നില്ല. The collective bargaining process does not end. അല്ലെ, ആ ഒരു collective bargaining അവസാനിക്കുന്നില്ല. ഇതെന്താണ്? യഥാർത്ഥത്തില് ഇത് തുടങ്ങുകയാണല്ലേ ചെയ്യുന്നത്, അത് ആരംഭിക്കുന്നു. This must be followed by proper implementation of the provision of the agreement. അല്ലെ, ആ ഒരു കരാറിലെ വ്യവസ്ഥകൾ നമ്മൾ കരാറിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കരാറിലെ വ്യവസ്ഥകള് ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിലൂടെയാണ് ഇത് പിന്തുടരേണ്ടത് അല്ലെ. ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്താക്കണം? നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, നടപ്പിലാക്കണം. വെറുതെ ഒരു കരാറില് എത്തിച്ചേർന്നിട്ട് വെറുതെ അത് കൊണ്ടുപോയി വെക്കാണോ ചെയ്യുന്നത്? അപ്പൊ ആ ഒരു കരാറില് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകള് നമ്മൾ നടപ്പിലാക്കണം. However, in the stressful work environment, it is tough to execute the provision formally. എന്നിരുന്നാലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ആണ്, സമ്മർദ്ദകരമായിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ആണെങ്കിൽ ആ ഒരു എൻവയോൺമെന്റില് നമ്മുടെ കരാറുകൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സ്ട്രെസ് നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കരാറ് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. In spite of the best effort of skilled negotiators and lawyers expert in IR, a perfect agreement may be difficult to reach. എന്താണ്? നമ്മുടെ കയ്യിൽ സ്കിൽഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരു നെഗോഷിയേറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻസില് എക്സ്പെർട്ട് ആയിട്ടുള്ള റോളേഴ്സ് ഒക്കെ കൂടി ഒരു പെർഫെക്റ്റ് ആ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ആ ഒരു നെഗോഷിയേറ്ററിനെ നയിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിലും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഓക്കെയാണോ?
നെക്സ്റ്റ് പറയുന്നത് till the agreement periods does not expire, the clause are allowed to continue. അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ഒരു കരാർ കാലാവധി. നമുക്കറിയാം ഒരു എഗ്രിമെന്റ്, എന്തൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാലും അതിന് എന്താണ്, ഒരു കാലാവധി ഉണ്ട് അല്ലെ, ഒരു ടൈം പീരീഡ് ഉണ്ട് അത് നടപ്പിലാക്കേണ്ട അല്ലെ. അപ്പൊ ആ ഒരു കാലാവധി കഴിയുന്നത് വരെ, അവസാനിക്കുന്നത് വരെ നമ്മുടെ പോരായ്മകൾ തുടർന്നുകൊണ്ടിരിക്കോ? നമുക്ക് സക്സസിലേക്ക് എത്താൻ സാധിക്കില്ല അല്ലെ. നല്ലൊരു കരാർ അല്ലെങ്കിൽ നമുക്ക് സക്സസ് ചെയ്യാൻ സാധിക്കോ? ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു കരാർ കാലാവധി കഴിയുന്നത് വരെ നമ്മുടെ പോരായ്മകൾ അല്ലെ, നമ്മുടെ ഫോൾട്ടുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്പ്യൂട്ട് മേ അറൈസ് ഫ്രം ഫാക്കൽറ്റി ഇംപ്ലിമെന്റേഷൻ ഓർ ബ്രീച്ച് ഓഫ് എനി കണ്ടീഷൻസ് അല്ലെ. അപ്പൊ നമ്മൾ ഈ കരാറ് തെറ്റായ രീതിയിൽ നടപ്പിലാക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസ്ഥകള് നമ്മൾ ലംഘിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ, തർക്കങ്ങൾ ഉണ്ടാവാനോ, ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടാവാം അല്ലെ. ആ ഒരു കരാറിനെ ചൊല്ലി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നും ട്രേഡ് യൂണിയൻസിന്റെ ഭാഗത്ത് നിന്നും തർക്കങ്ങൾ ഉണ്ടാവാലോ. ആണോ? കരാറ് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്നും തർക്കങ്ങൾ വരാം അല്ലെ. The role of HR manager is important in the daily administration of the contract. ആ ഒരു കോൺട്രാക്റ്റില് അല്ലെ എന്താണ്, കരാറിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളില് നമ്മുടെ HR മാനേജറിന്റെ റോള്, അവരുടെ ആളുടെ പങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യമുള്ളതാണ്. Discipline issues and the resolution of grievance arising out of agreement are settled by the HR manager. HR manager എന്താ ചെയ്യുന്നതെന്ന്, കരാറിൽ നിന്നുണ്ടാകുന്ന അച്ചടക്ക പ്രശ്നങ്ങളിലേക്കും അല്ലെ, ഡിസിപ്ലിൻ ഇഷ്യൂസ്, അച്ചടക്ക പ്രശ്നങ്ങളും പിന്നെ എന്താണ് നമ്മുടെ പരാതികളുടെ പരിഹാരം, ഗ്രീവൻസ് അറൈസിംഗ് ഔട്ട് ഓഫ് അഗ്രിമെന്റ് അല്ലെ, ആ ഒരു കരാറിനെ കുറിച്ചുണ്ടാകുന്ന പരാതികളൊക്കെ എന്താണ് പരിഹരിക്കുന്നത്, ആരായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്? നമ്മുടെ HR മാനേജർ ആയിരിക്കും. ഓക്കെയാണോ? HR മാനേജർ ആയിരിക്കും. Additionally, he or she aims to establish an ideal working relation with the help of line management with all employees who are affected by the terms and conditions of the agreement. അതിലൊരു ലൈൻ മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ലൈൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജേഴ്സ് ഉണ്ടാവുമല്ലോ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, അപ്പൊ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുടെ അണ്ടറിലുള്ള സബോർഡിനേറ്റീവ് സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട സൂപ്പർവിഷനും ഗൈഡിങ്ങും നൽകുന്നുണ്ടോ, അവരുടെ ജോലികളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ, അവരുടെ റോൾസ് ഡ്യൂട്ടീസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ലൈൻ മാനേജ്മെന്റിന്റെ സഹായത്തോടു കൂടി ഓക്കെയാണോ? അപ്പൊ ആ ഒരു കരാറിന്റെ നിബന്ധനകളും അല്ലെ, ആ ഒരു കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ബാധിക്കുന്ന എല്ലാ ജീവനക്കാരുമായും ലൈൻ മാനേജ്മെന്റിന്റെ ആ ഒരു മാനേജേഴ്സിന്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മറ്റ് സ്റ്റാഫുകളെ എന്താണ് സൂപ്പർവൈസിങ് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ വർക്കുകളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടോപ്പ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ മികച്ച പ്രവർത്തന ബന്ധം സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ അവള് ഷീ ഓർ ഹി അതിന്റെ ലക്ഷ്യമിടുന്നു. ഓക്കെയാണോ? ആ ഒരു കരാറിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഫക്ട് ചെയ്യാൻ ബാധിക്കാൻ സാധ്യതയുള്ള എംപ്ലോയീസിനെ എന്താണ് നമ്മുടെ ലൈൻ മാനേജ്മെന്റിന്റെ സഹകരണത്തോടു കൂടി ആ ഒരു എംപ്ലോയീസുമായിട്ട് ഒരു നല്ല റിലേഷൻ അല്ലെ, ഗുഡ് റിലേഷൻ പ്രവർത്തന ബന്ധം സ്ഥാപിക്കാനായിട്ട് നമ്മുടെ HR മാനേജർ ലക്ഷ്യമിടുന്നു. ഓക്കെയാണോ? ഒരു ചെറിയ സെക്ഷൻ ഉണ്ടായുള്ളൂ മിസ്സിന്റെ. അപ്പൊ
മിസ്സിന്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. സെക്ഷൻ അല്ല, ആ ഒരു ചാപ്റ്റർ തീർന്നു. ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞുതരാം കേട്ടോ, മിസ് പറഞ്ഞുതരാം. ആദ്യം മുതലുള്ള നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ. പഠിച്ചൊക്കെ തുടങ്ങാം കേട്ടോ. എക്സാം ആണല്ലേ വെള്ളിയാഴ്ച, തേർഡ് അല്ലേ? വെള്ളിയാഴ്ച എക്സാം ആണല്ലേ? റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ക്ലാസിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ കാര്യം ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ. ഓക്കെ. അത് അബ്രിവിയേഷൻ ഫോമുകൾ ഒരുപാട് പറയുന്നുണ്ടല്ലേ ഇതില്, അബ്രിവിയേഷൻ ഫോമുകൾ അതൊക്കെ പഠിക്കാം കേട്ടോ. ഏതാണ് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല കേട്ടോ. ETF അങ്ങനെ ഒരുപാട് അബ്രിവിയേഷൻസ് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏത് ചോദിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ അബ്രിവിയേഷൻസും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ കുറെ ഇയേഴ്സ് പറയുന്നുണ്ട് അല്ലെ, നമ്മുടെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ. അപ്പൊ ആ ഇയേഴ്സ് ഒക്കെ നോക്കി വെക്കുക കേട്ടോ. ആ ഒരു ഫസ്റ്റത്തെ സെക്ഷനിൽ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ച് പെൻഷൻ ബെനിഫിറ്റ്സിന്റെ അല്ലെ, പെൻഷൻ സ്കീം, എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം അല്ലെ. അപ്പൊ ആ ഒരു ഇയേഴ്സ് ഒക്കെ നോക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ്സ്, എംപ്ലോയി റിലേഷൻസ്, പിന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ പറഞ്ഞ കുറെ ഡെഫിനിഷൻസ് പറയുന്നുണ്ട് അല്ലെ. ഓരോന്നിനും 3-4 ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഡെഫിനിഷൻസ് നോക്കി വെക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ഏത് ഡെഫിനിഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ്സിൽ ആദ്യത്തെ ഫസ്റ്റ് 2 ബെനിഫിറ്റ്സ് ആണ് കേട്ടോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. According to Gary Dessler, according to William B. Walter et al. എന്നുള്ളത് ആ 2 ബെനിഫിറ്റ്സിന്റെ ഡെഫിനിഷൻ നോക്കി വെക്കാം. ഓക്കെ. കൊക്മർ ഉണ്ട്. കൊക്മർ ഇത്രയും ഇമ്പോർട്ടന്റ് ഇല്ല, ജസ്റ്റ് നോക്കി വെക്കാം, മനസ്സിലാക്കുക. ഇത് 2ഉം നോക്കി വെക്കാം കേട്ടോ നല്ലോണം. പിന്നെ എംപ്ലോയി ബെനിഫിറ്റ്സിന് പറയുന്ന മറ്റു പേര് എന്താണ് അല്ലെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. അതിൽ ആ ഫസ്റ്റ് കേട്ടോ ഓരോന്നും. അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ, ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ, കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ്, അതൊക്കെ കേട്ടോ, ഇതൊക്കെ നോക്കി വെക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടില്ലേ, ഫ്ലോ ചാർട്ട് പോലെ, അത് പഠിച്ചു വെക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് 5 തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് അല്ലെ. ഓരോന്നിന്റെ അണ്ടറിലും വീണ്ടും അവയെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡിന്, പെയ്ഡ് ഹോളിഡേയ്സ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ, പെയ്ഡ് വെക്കേഷൻ അല്ലെ. അപ്പൊ അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ.
നെക്സ്റ്റ് വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസിൽ ഏതൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഉൾക്കൊള്ളുന്നത്? അതൊക്കെ നോക്കി വെക്കാം. പിന്നെ മെയിൻ ആയിട്ട് മിസ്സുമാർ ഇട്ടിരിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ കേട്ടോ, മോക്ക് ടെസ്റ്റുകള് അത് നല്ലോണം നോക്കിയോ മിസ്സുമാര്? മുൻപത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നത്. അപ്പൊ അതൊക്കെ നോക്കി വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ അബ്രിവിയേഷൻ ഫോമുകൾ EPF അങ്ങനെയുള്ള അബ്രിവിയേഷൻ ഫോമുകൾ നോക്കി വെക്കുക. ഇയേഴ്സ് നോക്കി വെക്കുക. നമ്മുടെ ഈ ബെനിഫിറ്റ്സുകൾ സ്വീകരിക്കുന്ന ആളുകളിലെ റെസിപ്പിയന്റ് അവരാരൊക്കെയാണ് അല്ലെ? നിങ്ങൾ കുറച്ച് പേര് പറയുന്നുണ്ട് അല്ലെ, ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്, ഡിപെൻഡന്റ് മെമ്പേഴ്സ് ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് പറയുന്നില്ലേ? അത് നോക്കുക കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേക്ക് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി കുറച്ചൊക്കെ ഓർമ്മയുണ്ട് അല്ലെ? ഇനി ഒന്ന് നോക്കാം കേട്ടോ എല്ലാം. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ഓർത്തെടുക്കണം അല്ലെ? കുറച്ച് ദിവസം കൂടി ഉണ്ട് അല്ലെ, നമുക്ക് ഇനി മോഡൽ എക്സാം വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഫൈനൽ എക്സാം ഒക്കെ. സമയമുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ പതുക്കെ കുറച്ചൊക്കെ നോക്കി വെക്കാം കേട്ടോ. ആരും ടെൻഷൻ അടിക്കണ്ട. മോഡൽ എക്സാം നിങ്ങൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഒരു ഐഡിയ കിട്ടിയില്ലേ എക്സാം എങ്ങനെയായിരിക്കും അല്ലേ? ടെൻഷൻ അടിക്കണ്ട, ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പതുക്കെ സമയം കിട്ടുന്നത് പോലെ പഠിക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻ എക്സാം നിങ്ങൾ അറിയിക്കും കേട്ടോ, ഓഫീസിൽ നിന്ന് അറിയിക്കും, നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്, പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്, എംപ്ലോയി റിലേഷൻ കേട്ടോ. അതിൽ മിസ് നമ്മുടെ ഇൻഡസ്ട്രി എംപ്ലോയി റിലേഷന് പറയുന്ന മറ്റു പേരുകൾ അല്ലെ, ലേബർ മാനേജ്മെന്റ് റിലേഷൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ റിലേഷൻസ് അല്ലെ. അപ്പൊ ആ പേരുകൾ നോക്കുക. പിന്നെ എന്താണ് ആ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്? രണ്ട് വേർഡ്സുകളിൽ നിന്നാണ് അല്ലെ, ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻസ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾഫിൽ fruitful and creative activity that involves individuals or group of people അല്ലെ. അതേപോലെ റിലേഷൻസും ഡിനോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. എംപ്ലോയി റിലേഷന്റെ രണ്ടാമത്തെ പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ് അത് അടയാളപ്പെടുത്താം കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ്, ഈ എംപ്ലോയി റിലേഷൻ എന്നുള്ള കൺസെപ്റ്റ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഏത് രാജ്യങ്ങളിലാണ്? ഇന്ത്യയിലും ബ്രിട്ടനും അല്ലെ. അത് നോക്കുക. പിന്നെ ILOയുടെ ഫുൾ ഫോം നോക്കുക, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെ. പിന്നെ അതിന്റെ ആ ഒരു ഡെഫിനേഷൻസ് നോക്കി വെക്കുക. എംപ്ലോയി റിലേഷന്റെ നേച്ചർ, അതേപോലെ അതിന്റെ സ്കോപ്പ് കേട്ടോ. AIOE, CIE അങ്ങനെയുള്ള അബ്രിവേഷൻസ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മിസ് പറഞ്ഞില്ലേ അബ്രിവേഷൻസ് ഏത് വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കാം.
ഗ്രീവൻസ് റിഡ്രസൽ ചോദിക്കാം കേട്ടോ. ഗ്രീവൻസ് റിഡ്രസൽ, ഒബ്ജക്റ്റീവ് ഓഫ് എംപ്ലോയി റിലേഷൻ. ഇത് നോക്കി വെക്കാം കേട്ടോ. ഈ ഒരു ഫ്ലോ ചാർട്ട് ഡയഗ്രാം നോക്കി വെക്കാം കേട്ടോ. ഇതിന് ചോദിക്കാം ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പാർട്ടീസ് ആരൊക്കെയാണ്, ആക്ടേഴ്സ് അല്ലെ, ആക്ടേഴ്സ് ആരൊക്കെയാണ് അത് ചോദിക്കാം കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻസ് ഒരുവിധം തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് വലിയ ചാപ്റ്റർ ആണ്. ഈ ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. എല്ലാം ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്രോച്ചസ്, 6 അപ്രോച്ചസ് പഠിച്ചു അല്ലെ. ആ ഒരു 6 അപ്രോച്ചസ് നോക്കാം. എംപ്ലോയി റിലേഷന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി റിലേഷൻ അത് ചോദിക്കാം കേട്ടോ. മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, ഇൻക്രീസസ് വർക്കേഴ്സ് മോറൽ, പ്രൊവൈഡ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്, helps in facilitation of changes, makes collective bargaining effective, mentor revolution, facilitate workers development, reduce wastage, guarantees smooth production. Next, trade unions. Trade unions la TU ചോദിക്കാം. ട്രേഡ് യൂണിയൻസ് എന്താണെന്ന് ചോദിക്കും. ഫസ്റ്റത്തെ ആ ഒരു സെന്റൻസ് ചോദിക്കാം കേട്ടോ. ഫസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അടയാളപ്പെടുത്താം. പിന്നെ അതിൽ ആ ഒരു ഡെഫിനീഷൻസ് കേട്ടോ. 3 ഡെഫിനീഷൻസ് നോക്കണം ട്രേഡ് യൂണിയൻസിന്റെ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോ പൊതുവായിട്ട് അതിന്റെ ആ ഒരു ഹെഡിങ് പഠിക്കാം. മിക്കവാറും അതൊക്കെ ആയിരിക്കും കേട്ടോ ചോദിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് വെച്ചിട്ട് അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ, കോമൺ ഇൻട്രസ്റ്റ്, ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്, നെക്സ്റ്റ് ഓൾ ഓഫ് ദി അബോവ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യാനുള്ള അല്ലെ, എംപ്ലോയീസിൽ ജോയിൻ ചെയ്യാനുള്ള റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. അപ്പൊ അതൊക്കെ നോക്കി വെക്കാം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് നോക്കുക. ഈ മിലിറ്റന്റ് റോൾ ഓഫ് ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസിലെ മിലിറ്റന്റ് ഫങ്ഷൻസ് ഒക്കെ പറയുന്നില്ലേ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും എയിമും ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. എയിമും ഒബ്ജക്റ്റീവ്സ് ഒക്കെ. ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ഈ ക്രാഫ്റ്റ് യൂണിയൻസ്, ഇൻഡസ്ട്രിയൽ, അനാർക്കിസ്റ്റ് യൂണിയൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ പഠിക്കാം കേട്ടോ. ക്രാഫ്റ്റ് യൂണിയൻ ഒക്കെ ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്രാഫ്റ്റ് യൂണിയൻ ഒക്കെ. ഗൊറില്ല യൂണിയൻസ്, ഹോൾഡപ്പ് യൂണിയൻസ്, problems of trade unions. Next, collective bargaining. Collective bargaining definitions നോക്ക. ലാസ്റ്റ് ഡെഫിനിഷൻ നോക്കണ്ട കേട്ടോ. ലാസ്റ്റത്തെ ഡെഫിനിഷൻ നോക്കണ്ടേ, അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്, ഒബ്ജക്റ്റീവ്, പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്, അതിൽ ഉൾപ്പെടുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെ, നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന
എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. മിസ്സിന്റെ പോർഷൻ ആണ് തീരാതുണ്ടായത്. മിസ്സിന്റെ തീർന്നു. ഇത് പൊതുവെ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? സുമാന്റെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ആണ്? എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ? നിങ്ങളാണ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരേണ്ടത്. എന്തെങ്കിലും പോരായ്മകളോ മിസ്റ്റേക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മിസ് ചെയ്യും. ഓക്കെ, ഞങ്ങൾക്ക് മിസ് ചെയ്യും. 1:30 ആവുമ്പോ ഞങ്ങൾക്ക് HRM-ന്റെ ക്ലാസ്സിൽ കയറണം. ഞങ്ങൾ ഓടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. മിസ്സുമാർക്ക് മിസ് ചെയ്യും കേട്ടോ നിങ്ങളെ എല്ലാവരെയും. പഠിച്ച് എക്സാം ഒക്കെ എഴുതി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് എല്ലാവരും ജോലിയിൽ കയറാൻ നോക്കാം കേട്ടോ. വെറുതെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെക്കാതെ എല്ലാവരും ജോലിക്ക് ട്രൈ ചെയ്യണം കേട്ടോ. ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഡിഗ്രി വേണം. ഡിഗ്രി ഇല്ലേ സ്മിതക്ക്? നമുക്ക് ഓപ്പൺ ഡിഗ്രി ഒക്കെ ചെയ്യാലോ. വീട്ടിലിരുന്നോണ്ട് തന്നെ പഠിച്ച് നമുക്ക് എക്സാം ഒക്കെ എഴുതാലോ. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യേ കേട്ടോ. വീട്ടിലിരിക്കാൻ നമ്മൾ ഇത് പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു മെറ്റീരിയൽ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അങ്ങനെയൊക്കെ എക്സാം എഴുതട്ടോ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ? നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ഓക്കെ, 44. ഇതിപ്പം HRM ഒക്കെ പഠിച്ചില്ലേ സ്മിത? മിസ് ഇവിടെ തന്നെയാണ് കേട്ടോ. പറൂർ തന്നെയാണ് മിസ്സിന്റെ സ്ഥലം. നിങ്ങൾ മിസ്സുമാര് മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെ? നിങ്ങളുടെ ജസ്റ്റ് ഏജ് നമ്പർ മാത്രമാണ് കണ്ടില്ലേ? നിങ്ങൾക്ക് കോൺവെക്കേഷൻ സെറമണിക്കൊക്കെ വരില്ല? സർട്ടിഫിക്കറ്റ് വാങ്ങാനൊന്നും വരില്ലേ? അപ്പൊ കാണാം. അപ്പൊ കാണാം കേട്ടോ എല്ലാവരെയും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതാം കേട്ടോ. നല്ല മാർക്ക് കിട്ടാൻ സാധിക്കട്ടെ മിസ് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ മിസ്സുമാര് നിങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളൂ. നിങ്ങളുടെ പേരും ഒക്കെ ഞങ്ങൾക്ക് ഫെമിലിയർ ആണ് കേട്ടോ. അപ്പൊ എവിടെ വെച്ച് മിസ്സുമാരെ കണ്ടാലും നിങ്ങൾ ഓടി വന്ന് പേര് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.